ഹായ് ഗൈസ്, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേര് എന്താണ്? അൻഷ്യൻ തമിഴകം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എങ്കിലും കുറച്ച് ടേംസ് നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ആദ്യം പറയുന്ന ചാപ്റ്ററിന്റെ പേര് എന്താണ്? അൻഷ്യൻ തമിഴകം എന്നാണ്. ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഒരു ടേം എന്ന് പറയുന്നത് ആൺപറിയൽ എന്താണ് നന്നങ്ങാടി. എക്സാമിന് മിക്കപ്പോഴും ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നന്നങ്ങാടി അല്ലെങ്കിൽ ആൺപറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് നന്നങ്ങാടി എന്നാണ് പറഞ്ഞേക്കുന്നത്? ദ പ്രാക്ടീസ് ഓഫ് ബറിയിങ്, അതായത് നമ്മളുടെ പണ്ട് കാലങ്ങളില് മരിച്ച ആളുകളുടെ ഭൗതിക ശരീരം കുടത്തിലായിട്ട് സംസ്കരിച്ച് വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഏൺ ബെറിയൽ എന്ന് പറയുന്നത്, നന്നങ്ങാടി എന്നും പറയാറുണ്ട്. എന്താ പറഞ്ഞത്? നമ്മുടെ അൻഷ്യൻ തമിഴകത്ത് മരിച്ച ആളുകളുടെ ഭൗതിക ശരീരം എന്താണ് ഏണിലായിട്ട്, ഏൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കുടത്തിലായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു അല്ലെങ്കിൽ പ്രിവൈഡ് ചെയ്ത് വെക്കുന്ന ഒരു സംസ്കാരം ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിന് വിളിക്കുന്ന പേരാണ് നന്നങ്ങാടി എന്ന് പറയുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് നന്നങ്ങാടി ട്ടാ. അപ്പോ ഇവിടെയുള്ള മറ്റൊരു ടേമാണ് എന്താണ്? മെഗാലിത്തിക് മോണിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ കുടത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പറഞ്ഞു, ഭൗതിക സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞു അല്ലെ. ഈ ഏരിയയില് ഈ ബിഗ് സ്റ്റോൺസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇതിന്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ബിഗ് സ്റ്റോൺസ് വേർ പ്ലേസ്ഡ് അബൌവ് സച്ച് ഏൺ ബെറിയൽ. ഈ ഏൺ ബെറിയൽ അല്ലെങ്കിൽ നന്നങ്ങാടിയുടെ മുകളിലായിട്ട് ഒരു വലിയ സ്റ്റോൺ വെക്കും. ഓക്കെ, ഈ നന്നങ്ങാടിന്റെ മുകളിലായിട്ട് എന്ത് വെക്കുന്ന പറയുന്നത്? വലിയൊരു സ്റ്റോൺ വെക്കും. പ്രത്യേകിച്ചും ഈ സ്റ്റോണിന് പറയുന്നത് ലോക്കലി അവൈലബിൾ ആയിരിക്കും. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് ഇതിന് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ആ സ്റ്റോൺസിന്റെ പേരുകളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. എന്താണ് പേരുകള്? ഒന്നാമത്തെ പേര് സ്റ്റോൺ സർക്കിൾ, രണ്ടാമത്തെ ഡോൾമെൻ, അടുത്ത സിസ്റ്റർ, റോക്ക് ചാമ്പർ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, സാർക്കോഫാഗസ്, മെൻഹിൽ. ഏതെങ്കിലും 5 എണ്ണം പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മള് മെഗലത്തിക് മോണിമെന്റ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഏൺ ബറിയൽസിന്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് കവർ ചെയ്യുന്നു പറഞ്ഞു. ആ കവർ ചെയ്യുന്ന സ്റ്റോൺസ് ലോക്കലി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ആ സ്റ്റോൺസിന്റെ കുറച്ച് പേരുകളാണ് ഇതൊക്കെ: സ്റ്റോൺ സർക്കിള്, സിസ്റ്റ്, കുടക്കല്ല്, തൊപ്പിക്കല്ല്, സാർക്കോഫാഗസ്, റോക്ക് ചാമ്പർ. ഒക്കെ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും പറ്റുന്ന 5 എണ്ണത്തിന്റെ പേര് പഠിച്ചു വെക്കാം. ഇവരെ വിളിക്കുന്ന പേരാണ്, ഈ സ്റ്റോണുകളെ വിളിക്കുന്ന പേരാണ് മെഗലത്തിക് മോണിമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് മെഗാലിത്തിക് പീരീഡിലാണ് നിർമ്മിച്ചേക്കണേ. മെഗാലിത്തിക് കാലഘട്ടം ഉണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായ സ്മാരകങ്ങൾ ആയതുകൊണ്ടാണ് ഈ സ്മാരകങ്ങളെ ഏത് പേരിൽ അറിയപ്പെടാൻ കാരണം? മെഗാലിത്തിക് മോണിമെന്റ്സ് എന്ന് അറിയപ്പെടാൻ കാരണം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഏൺ ബറിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭൗതിക ശരീരം അൻഷ്യൻ തമിഴകത്ത് സംസ്കരിക്കുന്ന ഒരു രീതി എന്താണ്? ഏണിലായിരുന്നു, കുടത്തിലായിരുന്നു സംസ്കരിച്ചിരുന്നത്. ആ ഒരു രീതിയിൽ പറയുന്ന പേരാണ് നന്നങ്ങാടി അല്ലെങ്കിൽ ഏൺ ബറിയേഴ്സ് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ വലിയൊരു സ്റ്റോൺ വെച്ച് കവർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ, ടോപ്പ് വശം. അത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യാറ്. അതിന് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസിന് 5 പേര് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? സ്റ്റോൺ സർക്കിള്, ഡോൾമെൻ, സിസ്റ്റർ, റോക്ക് ചാമ്പർ, തൊപ്പിക്കല്ല്, കുടക്കല്ല്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് മെഗലത്തിക് മോണിമെന്റ്സ്. എന്തുകൊണ്ടത് തന്നെ മെഗലത്തിക് മോണിമെന്റ്സ് എന്ന് വിളിക്കാൻ കാരണം? മെഗാലിത്തിക് കാലഘട്ടത്തിൽ ഉണ്ടായ സ്മാരക ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മോണിമെന്റ് ആയതുകൊണ്ടാണ് ഇതിനെ എന്ത് പേരിൽ വിളിക്കുന്നത്? മെഗാലിത്തിക് മോണിമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കേട്ടാ. നോക്കി, ഇതിൽ നമ്മൾ റോക്ക് ചാമ്പർ കണ്ട, റോക്ക് ചാമ്പറിന്റെ പിക്ചർ കണ്ടിച്ച് കൊടുത്തേക്കണം കേട്ടാ. റോക്ക് ചാമ്പർ, അതേപോലെ കുടക്കല്ല്, അതേപോലെ ഡോൾമെൻ. ഇതിന്റെ പിക്ചേഴ്സ് ആണ് എന്താണെന്ന് പറഞ്ഞാണ് കേട്ടാ. നമ്മൾ പറഞ്ഞു മെഗാലിത്തിക് പീരീഡിലെ മെഗാലിത്തിക് മോണിമെന്റ്സ് ആണ് ഇതൊക്കെ: റോക്ക് ചാമ്പർ, കുടക്കല്ല്, ഡോൾമെൻ. ഒക്കെ, ഇനി മെഗാലിത്തിക് പീരീഡ്, ഈ മെഗാലിത്തിക് കാലഘട്ടം സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ അയൺ ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ മെഗാലിത്തിക് പീരീഡിനെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ ആ ഒരു സംഭവം അറിയപ്പെടുന്നത് അയൺ ഏജ് എന്നാണ്. വൈ? എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം അയൺ ഏജ് എന്ന് പറയാൻ കാരണം? എന്താണ് കാരണം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയൺ ടൂൾസ് ഹാവ് ബീൻ ഡിസ്കവേർഡ്. അതായത് മെഗാലിത്തിക് മോണിമെന്റ്സിൽ നിന്ന് ഒരുപാട് അയൺ ടൂൾസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വോർഡ് ആവാം, സ്പിയർ ആവാം, നൈഫ് ആവാം, ഹൂക്ക് ആവാം, ലാമ്പ് ആവാം, നെയിൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. അതൊക്കെ എന്താണ്? അയൺ ടൂൾസ് ആണ്. ഏതൊക്കെ? സ്വോർഡ്, സ്പിയർ, നൈഫ്, ഹൂക്ക്, ലാമ്പ്.
അതുകൊണ്ടാണ് ഈ പീരീഡ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിൽ ഏത് പേരിൽ അറിയപ്പെടുന്നത്? അയൺ ഏജ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ കാരണം കേട്ടാ. അപ്പൊ എന്തുകൊണ്ടാണ് അറിയപ്പെടാൻ കാരണം? ഒരുപാട് അയൺ ടൂൾസ് എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാ പറയുന്നത്? മെഗാലിത്തിക് മോണുമെന്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതൊക്കെ ഏതൊക്കെ അയൺ ടൂൾസ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്? സ്വോർഡ്, സ്പിയർ, നൈഫ്, ഹൂക്ക്, ലാമ്പ്, ഇതൊക്കെയാണ് കണ്ടെത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് ഈ പീരീഡ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിൽ ഏത് പേരിൽ അറിയപ്പെടാൻ കാരണം? അയൺ ഏജ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ കാരണം. സെറ്റ് അല്ലേ? ഓക്കെ, നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷോർട്ട് നോട്ട് അബൌട്ട് സംഘം ലിറ്ററേച്ചർ ആണ്. ഇത് ചോദിക്കാറുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്താണ് സംഘം ലിറ്ററേച്ചർ? സംഘം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പണ്ട് കാലത്തെ തമിഴ് സോങ്സിന്റെ എല്ലാം കളക്ഷൻ, ശേഖരം, അതിനെ വിളിക്കുന്ന പേരാണ് സംഘം ലിറ്ററേച്ചർ. ഇപ്പൊ സിമ്പിൾ ആണ്, അൻഷ്യൻ തമിഴ് സോങ്സ് ഒരുപാടുണ്ട് അല്ലെ? പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് തമിഴ് സോങ്സ് ഉണ്ട്. ആ തമിഴ് സോങ്സിന്റെ എല്ലാം കളക്ഷൻ, ശേഖരത്തെ വിളിക്കുന്ന പേരാണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈ സംഘം ലിറ്ററേച്ചറിൽ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, സംഘം പീരീഡില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയറ്റ് ആയിരുന്നു ഔവ്വയാർ. ഒരു വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. സംഘം പീരീഡിൽ ഉണ്ടായിരുന്ന മെയിൻ പോയറ്റ്സുകൾ ആരൊക്കെയാണ് കേട്ടാ? ആരൊക്കെയാണ്? ഒന്ന് ഔവ്വയാറാണ്, രണ്ടാമത് പറയുന്നത് കപിലർ, പരണാർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാര്, ഇവരൊക്കെയാണ് മേജർ ആയിട്ടുള്ള പോയറ്റ്സ് എന്ന് പറയുന്നത്. പോയറ്റ്സുകളുടെ പേര് പഠിച്ചു വെക്കണം. ഔവ്വയാറായിരുന്നു മെയിൻ ആയിട്ടുള്ള പോയറ്റ്. കപിലര്, പരണര്, മരുതൈ നക്കീരൻ, പിന്നെ ആരൊക്കെയാണ് പറഞ്ഞത് നമ്മള്? പാലൈ ഗൗതമനാർ. ഇവരൊക്കെ ഈ കാലഘട്ടത്തിലെ മെയിൻ പോയറ്റ്സ് ആണ്. കപിലർ, പരണർ, മരുതൈ നക്കീരൻ, പാലൈ ഗൗതമനാർ ട്ടാ. ഇവരൊക്കെ ഈ കാലഘട്ടത്തിൽ എന്താണ്? മേജർ പോയറ്റ്സോളാണെന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറഞ്ഞു? സംഘം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാല് ഒരു കൂട്ടം എന്താണ്? അൻഷ്യൻ തമിഴ് സോങ്സ് ഉണ്ടായിരിക്കും, ഒരു കൂട്ടം. ആ മൊത്തം ശേഖരത്തെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? സംഘം ലിറ്ററേച്ചർ എന്ന്. അതിലെ ഫേമസ് ആയിട്ടുള്ള പോയറ്റ്, സംഘം പേരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയറ്റ് ആണ് ഔവ്വയാർ എന്ന് പറയുന്നത് കേട്ടോ. ഔവ്വയാർ. ഇനി നമ്മള് പുതിയ പുതിയ ടേംസ് ആണ് കേൾക്കുന്നത്. അകംപാട്ടുകളും പുറംപാട്ടുകളും. ഓക്കെ, അകംപാട്ടുകളും പുറംപാട്ടുകൾ എന്ന് പറഞ്ഞ ഡിഫറൻസ് എന്താണ്? എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? അകംപാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ അൻഷ്യൻ തമിഴ് സോങ്സ്, പണ്ട് ഒരുപാട് അൻഷ്യൻ തമിഴ് സോങ്സ് ഉണ്ടായിരുന്നു അല്ലെ? ഈ അൻഷ്യൻ തമിഴ് സോങ്സിനെ 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത്തെ പേരാണ് അകംപാട്ട്, രണ്ടാമത്തെ പേരാണ് പുറംപാട്ട്. അൻഷ്യൻ തമിഴ് സോങ്സിനെ 2 എണ്ണമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതിൽ ഒന്നാമത്തെ പേരെന്താണ്? അകംപാട്ട്, രണ്ടാമത്തെ പേരെന്താണ്? പുറംപാട്ട്. അകംപാട്ട് എന്ന് പറഞ്ഞാൽ ഈ പാട്ടുകള് മെയിൻ ആയിട്ട് തീം, ഇപ്പൊ ഓരോ പാട്ടുകൾക്കും ഓരോ തീമുകൾ ഉണ്ട് അല്ലെ? അതിൽ അകംപാട്ട് എന്ന് പറയുമ്പോ ആ പാട്ടിന്റെ തീം വന്നിട്ട് പേഴ്സണൽ ആൻഡ് ഫാമിലി അഫയേഴ്സ് ആയിരിക്കും. നമ്മുടെ സ്വന്തമായിട്ടുള്ള കുറെ കാര്യങ്ങളും അതേപോലെ ഫാമിലി അഫയേഴ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള തീം. ഏത് പാട്ടില്ല? അകംപാട്ടില്ലേ? പുറംപാട്ടാണെങ്കിലോ? പുറംപാട്ടിലാണെങ്കിൽ മെയിൻ എന്താണ് ഒരു തീമായിട്ട് വരുന്നത്? വാറും ട്രേഡുമാണ്, യുദ്ധവും വ്യാപാരവുമാണ്. അൻഷ്യൻ തമിഴ് സോങ്സിനെ 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ ഏതാണ്? അകംപാട്ട്, രണ്ടാമത്തെ ഏതാണ്? പുറംപാട്ടാണ്. അകംപാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻലി പേഴ്സണൽ ഫാമിലി അഫയേഴ്സ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ളതും ഫാമിലി അഫയേഴ്സ് ആണെങ്കിൽ എന്താണ്? അകംപാട്ടുകള്. പുറംപാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എക്സ്റ്റേണൽ അഫയേഴ്സ്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? വാറാം, പേഴ്സണൽ ആയിരിക്കില്ല. പുറംപാട്ടുകളിൽ പേഴ്സണൽ ആയിരിക്കില്ല. എക്സ്റ്റേണൽ ആയിട്ടുള്ള അഫയേഴ്സ് എന്ന് പറയുമ്പോൾ വാറും ട്രേഡും ഒക്കെയാണ് ഇതിൽ വരുന്നത്? പുറംപാട്ടുകളിൽ വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈ ചാപ്റ്ററിൽ ഒരു എസ്സേ ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ പാകമുള്ള ഒരു ടോപ്പിക് ആണ് തിണൈസ്. തിണൈസിന്റെ സാമൂഹ്യ ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കും. അത് ഏത് തിണൈസ് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ ഇവിടെ കുറച്ച് തിണൈസിന് പറയുന്നുണ്ട്, അഞ്ചോളം തിണൈസിന് പറയുന്നുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം കേട്ടാ. അതിൽ ആദ്യം പറയുന്നത് കുറിഞ്ചിയാണ്. കുറിഞ്ചി എന്ന് പറഞ്ഞ ആളുകൾ ചെയ്യണത് എന്താണ്? അവരുടെ മെയിൻ ജീവിത മാർഗം എന്ന് പറയുന്നത്, അവർ ഹില്ലി ഏരിയയിലാണ് ജീവിക്കുന്നത്, കുന്നിൻ പ്രദേശങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ മെയിൻ ജീവിത മാർഗം എന്ന് പറയുന്നത് ഫോറസ്റ്റ് റിസോഴ്സ്, അതായത് നമ്മുടെ കാട്ടിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കള് എന്താണ് അത് കളക്ട് ചെയ്യുക, അത് ശേഖരിക്കുക, അതുപോലെ വേട്ടയാടാം. ഇതൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ജീവിത മാർഗം എന്ന് പറയുന്നത്. ആരുടെ ജീവിത മാർഗം? കുറിഞ്ചി കേട്ടാ. അപ്പൊ കുറിഞ്ചി എന്ന് പറയുന്ന തിണൈസിന്റെ മെയിൻ ആയിട്ട് അവർ ജീവിക്കുന്നത് എവിടെയാണ്? ഹില്ലി റീജിയനിലാണ്. അവരുടെ പ്രധാന ജീവിത മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഹണ്ടിങ്ങും കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സും ആണ്.
ഈ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മുല്ലയാണ്. മുല്ലയിട്ടാ. മുല്ല എന്ന് പറയുമ്പോഴ് റിയറിംഗ് ഓഫ് കാറ്റിൽ വാസ് ദ മേജർ ഓക്യുപ്പേഷൻ ഓഫ് പീപ്പിൾ ഓഫ് മുല്ലൈ. അതായത് ഈ കാറ്റിൽസിനെ, കന്നുകാലികളെ ഇണക്കി വളർത്തി കൊണ്ട് നടക്കുന്ന ജോലിയായിരുന്നു ആർക്ക് ഉണ്ടായിരുന്നത്? മുല്ലൈ എന്ന് പറഞ്ഞ വിഭാഗക്കാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോ അവരെവിടെയാണ് കൂടുതലായിട്ട് അവരെ എന്താണ് കാറ്റിൽ വെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അവര് പറഞ്ഞു, ഈ കാറ്റിൽസിനെയാണ് അവർ പരിപാലിച്ച് വളർത്തണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ കാറ്റിൽസിന്റെ വെൽത്ത്, അതായത് ആ സമ്പത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? കുറച്ച് ആളുകളിൽ നിന്ന് എന്താണ് കാറ്റിലിനെ സെയ്സ് പിടിച്ചുകൊണ്ടുവരും. ആ ഒരു പ്രാക്ടീസിനെ വിളിക്കുന്നത്, പിടിച്ചുകൊണ്ട് വരുന്ന ആ പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് വെച്ചി കേട്ടാ. അതായത് നമ്മൾ എന്താണ് വെച്ചി എന്ന് പറഞ്ഞാല് ഈ കന്നുകാലികളെ സെയ്സ് ചെയ്യുന്നത്, മോഷ്ടിക്കലിനെ വിളിക്കുന്ന പേരാണ് വെച്ചി. ആ ഒരു പ്രവൃത്തിനെ വിളിക്കുന്ന പേരാണ് വെച്ചി എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? മുല്ലൈ എന്ന് പറഞ്ഞ ആളുകള് നമ്മുടെ മൃഗങ്ങളെ പരിപാലിച്ച് കൊണ്ട് നടക്കുന്ന ആളുകളാണ് മുല്ലൈ എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യണം? കാറ്റിൽ വെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കാറ്റിനെ സെയ്സ് ചെയ്യും. ആ ഒരു പ്രവൃത്തിനെ, ആ ഒരു പ്രാക്ടീസിനെ വിളിക്കുന്ന പേരാണ് വെച്ചി. അടുത്തത് മരുതമാണ് ട്ടാ. അവരെന്താണ് എൻഗേജ് ചെയ്യണത്? കാറ്റിൽസിനെ മോഷ്ടിക്കുന്ന ആൾക്കാരാണ്. അതായത് പാലൈ എന്ന് പറഞ്ഞ നൈസ് ആണ് ട്ടാ. അവര് ഡ്രൈ ലാൻഡ്സ് ഉള്ള കാറ്റിൽസിനെ സ്റ്റീൽ ചെയ്യുന്ന ജോലിയാണ് അവർക്കുള്ളത്, മോഷ്ടിക്കുന്ന ജോലിയാണ് അവർക്കുള്ളത്. അത് പാലൈ എന്ന് പറഞ്ഞ നൈസ് ആണ്. ഇനി വെറ്റ്ലാൻഡിൽ, ചതുപ്പ് തലങ്ങളില് റൈസും ഷുഗർ കെയിനും നെല്ലും അതുപോലെ തന്നെ കരിമ്പും കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് മരുതം എന്ന് പറയുന്നത്. റൈസും ഷുഗർ കെയിനും കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് മരുതം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നെയ്സ് ആണ് നെയ്തൽ. അതായത് ഇവരുടെ മെയിൻ ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാല് മീൻ പിടിക്കലും അതുപോലെ തന്നെ ഉപ്പുൽപാദനവുമാണ്, സോൾട്ട് പ്രൊഡക്ഷൻ ആണ്. ഇത് കോസ്റ്റൽ റീജിയൻ, അതായത് ഈ ആളുകൾ ജീവിക്കുന്ന മെയിൻ ആയിട്ട് കോസ്റ്റൽ റീജിയനിലായിരിക്കും, തീരപ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ഓക്യുപ്പേഷൻ ആണ് ചെയ്യുന്നത്? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഫിഷിംഗും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്തും ചെയ്യുന്നുണ്ട്? സോൾട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് നെയ്തല്. ഓക്കെ, സോൾട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞേക്കുന്നത്? സോൾട്ട് വാസ് മെയ്ഡ് ബൈ ഇവാപറേറ്റിംഗ് സീ വാട്ടർ ഹെൽഡ് ഇൻ ദ സോൾട്ട് പാൻ. സോൾട്ട് പാനിൽ സീ വാട്ടർ ഉപയോഗിച്ചിട്ട് ഇവാപറേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സോൾട്ട് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ടിനൈസ് പറയുന്നത് ഒന്ന് കുറിഞ്ചി, രണ്ട് മുല്ലൈ, നെക്സ്റ്റ് എന്താണ് പാലൈ, പിന്നെ ഏതാ പറഞ്ഞ മരുതം, പിന്നെ നെയ്തല്. ഈ 5 എണ്ണമാണ്. കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ജീവിക്കുന്നത് എവിടെയാണ്? ഹില്ലി റീജിയനിലും. ഹണ്ടിങ്ങും അതുപോലെ തന്നെ എന്താണ് കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ജീവിതമാർഗം. കാറ്റിൽസിനെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്നവരാണ് മുല്ലൈ എന്ന് പറയുന്നത്. അവര് മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത്? അതുപോലെ അവിടെ ഒരു പ്രോസസ് നമ്മൾ പറഞ്ഞു, കാറ്റിൽസിനെ അവരെന്തെങ്കിലും സെയ്സ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? വെച്ചി എന്നാണ്. ഈ കാറ്റിൽസിനെ സ്റ്റീൽ ചെയ്യുന്ന വിഭാഗത്തെ വിളിക്കുന്ന പേരെന്തായിരുന്നു? പാലൈ എന്നാണ് വിളിച്ചിരുന്നത് അല്ലെ, പാലൈ എന്ന് വിളിക്കുന്നു. റൈസും ഷുഗർ കെയിനും കൾട്ടിവേറ്റ് ചെയ്യുന്ന വിഭാഗം ഏതാണ്? മരുതമാണ്. പിന്നെ അതേപോലെ കോസ്റ്റൽ റീജിയനിൽ ജീവിച്ചുകൊണ്ട് സോൾട്ട് പ്രൊഡക്ഷനും അതുപോലെ ഫിഷിംഗ് നടത്തുന്ന വിഭാഗമാണ് എന്ന് പറയുന്നത് നെയ്തൽ. ഈ 5 ഇത് നെയ്സ് ആണ് നമുക്ക് നന്നായിട്ട് പഠിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു തിണയുടെ സോഷ്യൽ ലൈഫ് എക്സാമിന് എന്തായാലും ചോദിക്കും, നിർബന്ധമായിട്ട് ചോദിക്കും ട്ടാ. ഓക്കെ, അടുത്ത നൊടുതൽ. നൊടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യും, സാധനങ്ങൾ കൈമാറ്റം ചെയ്യും. ആ കൈമാറ്റം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിച്ചിരുന്ന പേരാണ് നൊടുതൽ. അതായത് ഗുഡ്സ്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് എന്ത് പറയുന്നത്? നൊടുതൽ എന്ന് പറയുന്നത്. ഇതില് 2 മാർക്കറ്റ് ഉണ്ട്. ഒന്ന് ഈവനിങ് മാർക്കറ്റ്. ഈവനിങ് മാർക്കറ്റിനെ വിളിക്കുന്ന പേര് അല്ലലാവനം. അതേപോലെ തന്നെ മോർണിംഗ് മാർക്കറ്റിനെ വിളിക്കുന്ന പേര് നളങ്ങാടി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ട്ടാ. 1 മാർക്ക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈവനിങ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അല്ലലാവനം. ഈവനിങ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലലാവനം. മോർണിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നളങ്ങാടി. അല്ലലാവനം ഏത് മാർക്കറ്റ് ആണ്? ഈവനിങ് മാർക്കറ്റ്. നളങ്ങാടി എന്ന് പറഞ്ഞാൽ ഏത് മാർക്കറ്റ് ആണ്? മോർണിംഗ് മാർക്കറ്റ്. ഓക്കെ, അൻഷ്യൻ തമിഴകത്ത് 2 മാർക്കറ്റ് ഉണ്ടായിരുന്നു. മോർണിംഗ് മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഈവനിങ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അല്ലലാവനം എന്ന് പറഞ്ഞാൽ ഈവനിങ് മാർക്കറ്റ്. മോർണിംഗ് മാർക്കറ്റിന്റെ പേരെന്താണ്? നളങ്ങാടി എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ടോപ്പിക് ഉമ്മണർ ആണ്. ഉമ്മണർ ട്ടാ. ഈ എക്സ്ചേഞ്ച് നടക്കുന്നത്, ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഈ മെർച്ചന്റ് ഗ്രൂപ്പ്, ഒരു വ്യാപാരികളുടെ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഉമ്മണർ. അപ്പൊ ഉമ്മണർ എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യണത്? അപ്പൊ എക്സ്ചേഞ്ച് നടത്തുന്ന മെർച്ചന്റ്സ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? ഉമ്മണർ. ആ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്നത് നൊടുതൽ. എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രാക്ടീസിനെ വിളിക്കുന്ന പേര് നൊടുതൽ. അത് നയിക്കുന്ന മെർച്ചന്റ് ഗ്രൂപ്പുകാരെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? ഉമ്മണർ. ഉമ്മണർ എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുക? സ്പൈസസ്,
സ്പൈസസ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നവര് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കേട്ടാ. കൂടുതലായിട്ട് എക്സ്പോർട്ടിങ് കൊമോഡിറ്റി നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് കൂടുതലായിട്ടും സ്പൈസസ് ആണ്. പിന്നെ അതേപോലെ ഏതൊക്കെ സ്പൈസസ് ആണ്? ലൈക്ക് പെപ്പർ, പിന്നെ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, തിനൈസ് കളക്ട് ചെയ്ത ഫോറസ്റ്റ് പ്രൊഡക്ട്സും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ഈ എക്സ്ചേഞ്ച് സാധാരണയായിട്ട് നടക്കുന്നത് സമ്മർ സീസണിലാണ്. അപ്പൊ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി. ഉമണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് ചോദിക്കും. എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു മെർച്ചന്റ് ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഉമണർ എന്ന് പറയുന്നത്. ഉമണർ എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യാറ്? സ്പൈസസ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സ്പൈസസിൽ ഏതൊക്കെയാണ്? പെപ്പറും ഫോറസ്റ്റ് പ്രൊഡക്ട്സും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ഈ എക്സ്ചേഞ്ച് സാധാരണയായി നടക്കുന്നത് എവിടെയാണെന്ന് പറയുന്നത്? ഏത് സമയത്താണ്? സമ്മർ സീസണിലാണ് ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് മൂവേന്തൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂവേന്തന്മാർ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ മൂവേന്തന്മാർ എന്ന് പറയുന്നത്? ആരെയാണ്? നമ്മുടെ ഈ ട്രേഡ്, ഈ വ്യാപാരം കൺട്രോൾ ചെയ്യുന്നത് 3 പവർ സെന്റേഴ്സ് ആണ്. 3 പവർ സെന്റേഴ്സ് ആണ് നമ്മുടെ വ്യാപാരം കൺട്രോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ചേര, രണ്ടാമത്തത് പാണ്ഡ്യ, മൂന്നാമത്തെ ചോള. അപ്പൊ ആരൊക്കെയാണ് നമ്മളുടെ വ്യാപാരം കൺട്രോൾ ചെയ്യുന്നത്? ചേര, പാണ്ഡ്യ, ചോള. ഇവര് 3 പേരോട് കൺട്രോൾ ചെയ്യുന്നത് കേട്ടാ. ഇനി ഇവരെ ഒരുമിച്ച് വിളിക്കുന്ന പേര്, 3 പേരായതുകൊണ്ട് ഇവർ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മൂവേന്തൻസ്. അപ്പൊ ട്രേഡ് കൺട്രോൾ ചെയ്യുന്നത് 3 പവർ സെന്റേഴ്സ് ഉണ്ട്. ആ പവർ സെന്റേഴ്സിന്റെ പേര് ഏതൊക്കെയാണ്? ചേരാസ് ഉണ്ട്, ചോളാസ് ഉണ്ട്, പാണ്ഡ്യാസ് ഉണ്ട്. ഇവരെല്ലാവരെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? മൂവേന്തൻസ് എന്ന് പറയുന്നത്. ഈ ചേരയ്ക്കും പാണ്ഡ്യക്കും ചോളയ്ക്കും ഒക്കെ എന്തുണ്ട്? ക്യാപിറ്റൽസ് ഉണ്ട്. അതിൽ ചേരയുടെ ക്യാപിറ്റൽ ഏതാണ്? മുച്ചിരി. പാണ്ഡ്യയുടെ ക്യാപിറ്റൽ ഏതാണ്? മധുരൈ. ചോളാസിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഉറയൂർ. ഓക്കെ, അതും കൂടി നോക്കണം. ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് 1 മാർക്ക് ആയിട്ട് ചോദിച്ചേക്കാം. അപ്പൊ എന്താണ് മൂവേന്തൻസ് എന്ന് പറഞ്ഞാല്? ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന 3 പേരുണ്ട്. ആരൊക്കെയാണ്? ചേര, പാണ്ഡ്യ, ചോള. ഇവരെല്ലാവരും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? മൂവേന്തൻസ്. ഇവർക്ക് ക്യാപിറ്റൽസ് ഉണ്ട്. ചേരാസിന്റെ ഏതാണ്? മുജിരി. പിന്നെ ഏത് പറഞ്ഞ നമ്മള് ചോളാസിന്റെ ആണെങ്കിൽ മധുരൈ, പാണ്ഡ്യാസിന്റെ ആണെങ്കിൽ മധുരൈ, ചോളാസിന്റെ ആണെങ്കിൽ ഏതാണ്? ഉറയൂർ. അപ്പൊ അതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതേപോലെ തന്നെ പുതിയ പുതിയ കുറെ ടേംസ് ഈ ചാപ്റ്റർ തുടങ്ങണം മുതൽ അവസാനിക്കുന്ന വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ടേംസ് ആയിരിക്കും. ആ ടേംസുകൾ നല്ല മീനിങ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചു നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? തിനൈസ് ആണ്. തിനൈസിന്റെ സോഷ്യൽ ലൈഫ് എന്തായാലും ചോദിക്കും. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഉമണറും മൂവേന്തൻസും കേട്ടോ. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നല്ലപോലെ എല്ലാവരും പഠിക്കാം. താങ്ക് യു.